സീക്രട്ട് സ്റ്റോറീസ് റോസ്ലിൻ എന്ന് പറഞ്ഞ പുതിയൊരു വെബ് സീരീസ് ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണെന്ന് പറയാം. ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു ഡ്രീം, ആ ഡ്രീം റിയാലിറ്റി ആവുന്നു, തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ കാണിച്ചു തരിക. ആൻഡ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടെയാണ് നമ്മളൊരു ഇതിൻ്റെ ഒരു 6 എപ്പിസോഡുകളും കണ്ടിരിക്കാൻ. ചെറിയൊരു സീരീസാണ്. ഒരു ഫുൾ ലെങ്ത് പടം കാണുന്ന ടൈമേ വരുള്ളൂ. ഒരു 2:30, 2:45, ഒരു 3 മണിക്കൂറിൽ താഴെ റൺ ടൈം. കാരണം ഒരു 20-30 മിനിറ്റ് മാത്രമാണ് ഓരോ എപ്പിസോഡിന് റൺ ടൈം വരിക. സോ ഒരു പ്രോപ്പർലി ഒരു 2-2.5 മണിക്കൂറുള്ള ഒരു പടം കണ്ടൊരു ഫീലാണ് കിട്ടുക. ആൻഡ് ഇതിനൊരു മിസ്റ്ററി മോഡുണ്ട്. ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയതുകൊണ്ട് എന്തിലേക്കാണ് ഈ പോക്ക് എന്നുള്ളത് നമുക്കൊരു പോയിന്റ് നമ്മൾ റിവീൽ ആവുള്ളൂ. അതുവരെ ഒന്ന് നമ്മളിങ്ങനെ കുറച്ച് ക്ഷമ പരീക്ഷിക്കും ചില സമയത്തൊക്കെ. പക്ഷേ സ്റ്റിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എത്തുമ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് കവറപ്പ് ആവും. നമ്മുടെ ജീത്തു ജോസഫാണ് ഇതിൻ്റെ ഷോ റണ്ണർ, ഐ തിങ്ക് ഇത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതും ഈ സീരീസ് കാണാനുള്ളൊരു ഫാക്ടറാണ്. പക്ഷേ ഒരു വേറെ ലെവൽ സാധനം എന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉള്ളൊരു സാധനമാണ്. ചില സിനിമകളിലൊക്കെ ഉണ്ട്, ഇതിനു മുമ്പ് വേറെ ചില സീരീസിലോ സിനിമകളിലൊക്കെ ഏകദേശം ഒരേപോലത്തെ പ്രിമേഴ്സ് ഉണ്ടെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ ഹോട്ട്സ്റ്റാറിന് തന്നെ ഈ അടുത്ത് ഫാർമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ നിവിൻ പോളിയുടെ. ആ സീരീസിൻ്റെ കോൺസെപ്റ്റൊക്കെ അടിപൊളിയായിരുന്നെങ്കിലും അതിന് മേക്കിംഗ് ഭയങ്കര ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടും ഭയങ്കര ഏജ്ഡ് ആയിട്ടുള്ളൊരു സീരീസായിട്ട് എനിക്ക് പല സമയത്തും അത് ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കളർ ഗ്രേഡിങ് ആയിക്കോട്ടെ, ഈ പല ആംഗിളിലും പല പല ക്യാമറ വെച്ച് എടുത്ത പോലെ നമ്മളിപ്പോൾ ഈ മൊബൈലിലൊക്കെ എടുക്കില്ലേ, അതേപോലെയൊക്കെയാണ് അതിൻ്റെ ഒരു മേക്കിംഗ് രസമില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇത്രയും നല്ല കണ്ടൻറ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടൻറ്റ് നന്നായിട്ടുണ്ടെങ്കിലും അതിലെ പ്രശ്നം അതിൻ്റെ ഒരു മേക്കിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതിൽ കണ്ടൻറ്റ് നല്ലതാണ്, അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൗണ്ട് ഡിസൈൻ, സൗണ്ട് മിക്സിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചാണ് കേൾക്കുന്നതെങ്കിൽ ഇതിൽ മൈന്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഡ്രീം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയിലേക്ക് പോകുമ്പോൾ അടിപൊളിയായിട്ട് അത് വർക്കായിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെയാണ് ഈ സീരീസിനെ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത്. അല്ലാതെ മൊത്തത്തിൽ പറയാനാണെങ്കിൽ ചെറിയൊരു പ്ലോട്ടാണ്, ഒരു വലിയ ട്വിസ്റ്റ്, ഒരു റിവീലിങ് ആ ഒരു സെറ്റപ്പിലാക്കിയാണ് ഇതിൻ്റെ പോക്ക്. പക്ഷേ ബാക്കിയുള്ള എപ്പിസോഡുകൾ നമ്മൾ പിടിച്ചിരുത്തുന്നത് ഇതിൻ്റെ ഒരു മേക്കിംഗ് ആണ്. നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള നല്ല വിഷ്വൽസാണ്. അത് ഒന്നുമില്ല, ചെറിയൊരു വീടും ഒരു ഫാമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളെങ്കിൽ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മറ്റേതായിട്ട് നമ്മൾ നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അത് ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ കണ്ടിരിക്കും. അത്യാവശ്യം നല്ല മേക്കിംഗ് ക്വാളിറ്റി ഉള്ള കുറേ നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റും. എനിക്ക് അവരുടെ പേരറിയില്ല, പക്ഷേ നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും. ആൻഡ് നല്ല ഒരു പ്ലോട്ട് ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൈക്കോളജിക്കൽ ത്രില്ലർ. സോ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലുണ്ട്. നിങ്ങളൊരു 2-2.5 മണിക്കൂറുള്ള ഒരു സിനിമ കാണുന്നൊരു ഫീൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. ഒരു വേറെ ലെവൽ സംഭവം എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം. നന്ദി.